മഹേഷ്, തിടുക്കപ്പെട്ടൊരു രാജിക്ക് പോകേണ്ടതില്ലെന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജിക്ക് വേണ്ടി KPCC നേതൃത്വം തന്നെ മുന്നിട്ടിറങ്ങാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നത്. ആ തരത്തിൽ നേതൃത്വം തന്നെ രാഹുലിന് എതിരെ തിരിയുന്നു എന്ന തരത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും അഖില, രണ്ടു തട്ടിൽ തന്നെയാണ് കോൺഗ്രസ്. അതിൽ ഇക്കാര്യത്തിൽ KPCC സണ്ണി ജോസഫും VD സതീശും അടക്കമുള്ള നേതാക്കൾ രാഹുലിനോടൊരു വിട്ടുവീഴ്ചയും പാടില്ല, അത്തരത്തെ ഗൗരവതരമായ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം മാറി നിൽക്കേണ്ടതുണ്ട്. കാരണം നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നു. അത് അടുത്ത മാസം 15-ാം തീയതി ആരംഭിക്കുകയാണ്. ആ നിയമസഭാ സമ്മേളനം അത് സർക്കാരിനെതിരായ കുന്തമിന് ആക്കി മാറ്റേണ്ട ഒരു സമ്മേളനമാണ്. അതിനെല്ലാം തന്നെ പ്രതിരോധം തീർക്കുന്ന തരത്തിലേക്ക്, അതിനെല്ലാം പുറകോട്ട് വലിക്കുന്ന തരത്തിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുന്ന സാഹചര്യം എന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ നിലപാടെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംസാരിച്ച നേതാക്കളടക്കമുള്ളവർ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരൊക്കെ തന്നെയും രാഹുലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. എന്തിന് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ചോദ്യം അവർ ഉയർത്തുന്നു. മാത്രമല്ല, സമാനമായ ഒരു കാര്യം നാളെ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ നേതാക്കൾ MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യം പോലും അവർ ഉയർത്തുമെന്നാണ് രാഹുൽ ക്യാമ്പിൽ നിന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് കോൺഗ്രസിൽ രണ്ട് തട്ടാക്കുന്ന തരത്തിലേക്ക്, വലിയ തരത്തിലേക്കുള്ള ആശയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇക്കാര്യത്തിൽ രാഹുൽ ചെയ്തിരിക്കുന്ന ആ തെറ്റ് ഗുരുതരമാണ് എന്ന് നേതാക്കളെല്ലാം തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ നിയമപരമായി പരാതികൾ ഉണ്ടായിട്ടില്ല. അത്തരം പരാതികൾ പോലും ഉയരാത്ത സാഹചര്യത്തിൽ, പരാതികൾ നിയമ സംവിധാനത്തിന് മുമ്പിൽ വരാത്ത സാഹചര്യത്തിൽ എന്തിനാണ് രാജി എന്ന ചോദ്യം രാഹുൽ ഉന്നയിക്കുന്നു, രാഹുലിനൊപ്പമുള്ളവരും ഉന്നയിക്കുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ധാർമ്മികമായി മുഖം നിലനിർത്തിയേ പറ്റുകയുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ സാഹചര്യത്തിൽ VD സതീശൻ നേതാവ് വ്യക്തമായി നിലപാടെടുക്കുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പുലർത്താൻ ഇനി കഴിയില്ല എന്നുള്ളതാണ്. കാരണം സതീശൻ ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം കൂടി ഉണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ഇത്ര അധികം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നത് VD സതീശനാണ് എന്ന തരത്തിലേക്കുള്ള അമർഷവും പ്രതിഷേധവും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ ശക്തമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലേക്ക് തന്നെ കൂടി കുഴപ്പത്തിലാക്കുന്ന തരത്തിലേക്കാണ് രാഹുൽ ഇത്ര അധികം കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ VD സതീശനും സണ്ണി ജോസഫും ഒക്കെ ശക്തമായി നിലപാടെടുക്കുന്ന രാജി വെച്ചേ മതിയാകുന്ന നിലപാടിലേക്ക് അവർ നീങ്ങുന്ന കാര്യം അതാണ്. അങ്ങനെ രാജിവെച്ചാൽ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട ആവശ്യവും അപ്പോൾ വരുന്നില്ല. അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നിലപാടെടുത്തു എന്ന് എടുത്ത് കാണിക്കാൻ, നിങ്ങൾ എന്തു ചെയ്തു എന്ന് ഭരണപക്ഷത്തോട് ചോദിക്കാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ സമാനമായ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എടുത്ത നിലപാടല്ല ഞങ്ങൾ എടുത്തതെന്ന് പറയുവാൻ, അതൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമായി തിരിച്ചുപയോഗിക്കാൻ ഒക്കെ കൂടിയാണ് VD സതീശനും ആ കൂട്ടരും ഇത്തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അഖില, മഹേഷ് തുടരുക. ശ്രീരാജ് കൂടിയുണ്ട്. ശ്രീരാജ്, രാജിവെക്കില്ല, അങ്ങനെ ഒരു ചിന്തയേ ഇല്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പക്ഷേ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പോകണ്ട എന്നാണ് KPCCയുടെ തീരുമാനം. വിവരങ്ങൾ. അഖില, നിലവിൽ രാഹുലിനോട് ഇതുവരെയും ഒരാളും നിർദ്ദേശം നൽകിയിട്ടില്ല, രാജിയെപ്പറ്റി സൂചിപ്പിച്ചിട്ടില്ല. എന്തായാലും അത് ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ഏതെങ്കിലും തരത്തിലുള്ള സൂചന രാജിയെ സംബന്ധിച്ച് രാഹുലിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജി എന്നതിനെപ്പറ്റി നിലവിൽ ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ ഉറപ്പിച്ചു പറയുന്നത്. രാഹുൽ ഇപ്പോൾ രാജിവെച്ചു കഴിഞ്ഞാൽ അതിൽ രാഹുലിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു, അതിനു പിന്നാലെ MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ അത് രാഹുലിന് വലിയ ക്ഷീണമുണ്ടാക്കും. അതിലേക്ക് എന്തായാലും രാഹുൽ നിലവിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് കോൺഗ്രസിൻ്റെ കാര്യമാണ്. കോൺഗ്രസ് MLA സ്ഥാനം രാഹുൽ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാകുന്നു. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയമാണ്, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം സ്വാഭാവികമായും ഇടതുപക്ഷം ഉയർത്തി കാണിക്കും. കോൺഗ്രസിനെതിരെയുള്ള പ്രധാന ആയുധമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രതിരോധം തീർക്കണമെങ്കിൽ കോൺഗ്രസിന് സ്വാഭാവികമായും MLA സ്ഥാനം രാജിവെച്ച് മാതൃകാപരമായ ഒരു തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തി എന്ന് കോൺഗ്രസിന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി കോൺഗ്രസിനുള്ളിൽ തന്നെ ആവശ്യപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. VD സതീശൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ രാവിലെ ഉണ്ടായ പ്രതികരണം അത്തരത്തിലായതും അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ്. രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിരവധി പരാതികൾ വിവിധ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ രാഹുലിൻ്റെ പ്രശ്നത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ, യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം വലിയ വിമർശനം ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ VD സതീശൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണമായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസിന് നേരിടണമെങ്കിൽ സ്വാഭാവികമായും LDF സ്വീകരിക്കാത്ത അല്ലെങ്കിൽ CPM സ്വീകരിക്കാത്ത ഒരു നയം തങ്ങൾ
സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തെ ഒന്നാകെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിനാകണം. അത് സാധിക്കണമെങ്കിൽ MLA സ്ഥാനം, രാഹുലിൻ്റെ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വഴി. അതിനു വേണ്ടിയിട്ടായിരിക്കണം VD സതീശൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി അങ്ങനെയുള്ളൊരു പ്രതികരണം ഉണ്ടായതെന്നും പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും MLA സ്ഥാനം രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് MLA സ്ഥാനം ആവശ്യപ്പെട്ട് രാജി വാങ്ങിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ മുകേഷ് MLA-യുടെ അടക്കം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വരും തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നേരിടാൻ സാധിക്കും. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാനും തങ്ങൾ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു ഇങ്ങനെയൊരു വിഷയത്തിൽ, പക്ഷേ ഇടതുപക്ഷത്തിന് ആ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല, ധാർമ്മികമായി ഇടതുപക്ഷത്തിന് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ കോൺഗ്രസിന് നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആവശ്യപ്പെടുന്ന രാഹുൽ രാജിവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം VD സതീശനായിരുന്നു എല്ലാ കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളർത്തിക്കൊണ്ടുവന്നതെന്നും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നതെന്നും പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ VD സതീശൻ കണ്ടത്. ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു. അതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുന്നു. പക്ഷേ പിന്നീടാണ് ഇന്ന് രാവിലെ VD സതീശൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ച ഭാഷയിൽ VD സതീശൻ പറയുന്നു, ഒരു ആദ്യഘട്ട നടപടി എന്ന നിലയ്ക്കായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. അന്വേഷിച്ച് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന ധ്വനി VD സതീശൻ്റെ പ്രതികരണത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേക്കുമെന്ന വാർത്തകളും തൊട്ടു പിന്നാലെ വരുന്നു. പക്ഷേ രാഹുൽ പറയുന്നത്, അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന, രാഹുലിൻ്റെ അടുത്ത ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, രാഹുലിന് ഇതുവരെയും അത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഒരു കോണിൽ നിന്നും ലഭിച്ചിട്ടില്ല. നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നോ രാജി എന്നൊരാവശ്യത്തിലേക്ക് ഇതുവരെയും മഹേഷ് ചന്ദ്രൻ കൂടിയുണ്ട്. മഹേഷ്, മറ്റു പാർട്ടികൾ സ്വീകരിക്കാത്ത ഒരു നയം കോൺഗ്രസ് സ്വീകരിക്കുന്നു, അങ്ങനെ പാർട്ടിയുടെ മുഖം സംരക്ഷിക്കാം എന്നൊരു ധ്വനിയാണ് VD സതീശന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അത് പക്ഷേ ഈ ഒരു വിഷയം ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്ന ചേരിതിരിവ് നമ്മൾ കണ്ടതാണ്. ആ ചേരിതിരിവ് കുറച്ചുകൂടി മൂർച്ഛിക്കുന്ന തരത്തിലേക്ക് അതെത്തിക്കുമെന്നതും തീർച്ചയാണ്. എന്ത് തീരുമാനമായിരിക്കും ഏറ്റവും ഒടുവിൽ കൈക്കൊള്ളാൻ പോകുന്നത്? വിവരങ്ങൾ. അഖില, പാർട്ടിയുടെ മുഖം രക്ഷിക്കുക എന്നതിനപ്പുറം ഇക്കാര്യത്തിൽ രാഹുൽ രാജിവെക്കാതെ തുടരുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന ഒരു ആശങ്ക കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർക്കശമായ നിലപാട് VD സതീശനും കൂട്ടരും സ്വീകരിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിൽ അടക്കം ആ സമ്മേളനം ചേരുന്ന സമയത്ത് അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർത്തും പ്രതിരോധത്തിലായി പോകും കോൺഗ്രസ് നാണം കെട്ട് നിയമസഭയ്ക്കകത്ത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. നിയമസഭാ സമ്മേളനം പടിവാതിൽക്കെത്തി നിൽക്കുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർക്കശമായ നിലപാട് എടുത്തേ മതിയാകൂ. ഇത് ചെറിയൊരു സംഭവമോ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം പറയാൻ കഴിയില്ല. മുൻപുണ്ടായിട്ടുള്ള പരാതികളുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇത് വ്യാപകമായ പരാതി ഒരു നേതാവിനെതിരെ ഉണ്ടായ സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായ പരാതി ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല, കോൺഗ്രസിന് ബോധ്യപ്പെട്ട കാര്യമാണ് ഇത് എന്ന് തന്നെ അവർ നിലപാടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടെടുക്കുകയും അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് അവർ നീങ്ങുകയും ചെയ്യുന്നു. അതേസമയം ACC നേതൃത്വത്തെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് അവരുമായി സംസാരിച്ചുകൊണ്ട് ഇത്തരമൊരു രാജിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഭാഗത്തുനിന്ന് ശക്തമായി ഉണ്ടാവുകയും ചെയ്യുന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അഖില.